മിക്കവാറും ബാധിതമായിട്ട് മാറും. ഈ തീരുമാനത്തിന് പകരം സ്കൂൾ കുട്ടികൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര, പ്രായമായ അച്ഛനമ്മമാർക്ക് സൗജന്യ യാത്ര, ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് സൗജന്യ യാത്ര, ഇത്തരത്തിലുള്ള സംഗതികളാണ് മുന്നോട്ട് വെച്ചത് എങ്കിൽ അടിപൊളിയായിനി. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഡീസലിൻ്റെ പെട്രോളിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ, അങ്ങനെ നോക്കുകയാണെങ്കിൽ 8ൻ്റെ പണി കിട്ടും. മാത്രമല്ല KSRTC അല്ലെങ്കിലേ നഷ്ടത്തിൽ ഓടുന്ന വണ്ടിയാണ്. ഇനി സ്ത്രീകൾക്ക് മൊത്തത്തിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ അതും ഒരു 8ൻ്റെ പണി കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇനി ഇതിൽ വാക്ക് മാറ്റിച്ചാൽ ജനങ്ങൾക്ക് ഭ്രാന്താവും ചെയ്യും. കാരണം ഇതുപോലത്തെ നല്ല നല്ല സംഗതികൾ മുന്നോട്ട് വെച്ചിട്ടാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത്. അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ തുടർന്നാൽ 8ൻ്റെ പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതിനേക്കാളൊക്കെ നല്ലത് അങ്ങനെ പറയണമായിരുന്നു. സ്കൂൾ കുട്ടികൾക്ക്, പ്രായമായ അച്ഛനമ്മമാർക്ക്, ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഓഫറുകൾ മുന്നിലേക്ക് വെച്ച് ഇവർക്കൊക്കെ സൗജന്യ യാത്ര അങ്ങനെ പറയുന്നതായിരുന്നു ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. നിങ്ങളും കൂടി വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തി അല്ലേ. ഇത് ടോട്ടലി മൊത്തത്തിൽ ഫ്രീ കൊടുത്തത് മൊത്തത്തിൽ മൂഞ്ചും പകുതിക്കൽ ഇതൊക്കെ നിർത്തിയാൽ പിന്നെ ജനങ്ങൾക്ക് പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് വേറെ ഒച്ചപ്പാടും ബഹളമായിരിക്കും. പിന്നെ അതും കൂടി കേൾക്കേണ്ടി വരും. അപ്പോൾ പകുതിക്കെന്ന് വെച്ച് അതും നിർത്തി എന്നുള്ള ആ ഒരു പേരുദോഷം കൂടി കേൾക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള നല്ല സംഗതികളായിരുന്നു നല്ലത്. ഏതായാലും നോക്കാം എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ളത്. ഏതായാലും നിങ്ങളും കൂടി വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ മറക്കൽ. നിങ്ങൾ ആദ്യത്തെ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.